ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോയമ്പിൻ്റെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരാഴ്ച നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഈ ഒരാഴ്ച നമ്മൾ കൃത്യമായിട്ട് പരിശീലിച്ചു എങ്കിൽ, കൃത്യമായിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് എങ്കിൽ, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവിക്കാനുള്ള സമയമായി, കാലമായി. നിങ്ങളത് കമൻറ്റ് ചെയ്യണം. തെറ്റിക്കരുത്, പരിശീലനങ്ങൾ തെറ്റിക്കരുത്, ഭക്ഷണ രീതികൾ തെറ്റിക്കരുത്. ഇന്നത്തെ വചനത്തിൻ്റെ ചിന്ത ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21-ാമത്തെ വാക്യം. യേശു ഇത് പറയുമ്പോൾ ആത്മാവിൽ അസ്വസ്ഥനായിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അത്താഴ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോഴാണ് ഈശോ പറയുക. ശിഷ്യന്മാർക്കൊപ്പം ഇരിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ശിഷ്യന്മാർക്ക് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ കഴിയൂ. യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ കഴിയൂ. യൂദാസാണ് ഈശോയെ ഒറ്റിക്കൊടുത്തത്. യൂദാസിനറിയാം ക്രിസ്തുവിൻ്റെ ചലനങ്ങൾ ഓരോന്നും. യൂദാസിനറിയാം ക്രിസ്തു ഈ സമയത്ത്, ഈ ദിവസത്തിൽ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നെല്ലാം യൂദാസിനറിയാം. ഈശോയെ അറിയാത്തവന് ഈശോയെ ഒറ്റിക്കൊടുക്കാനാവില്ല. ഞാനും നിങ്ങളും എത്രയോ വർഷങ്ങളായി ഈശോയെ അറിയുന്നു, ഈശോയെ അനുഭവിക്കുന്നു, ഈശോയെ സ്വീകരിക്കുന്നു, ആ കൃപയിൽ വളരാൻ പരിശ്രമിക്കുന്നു. ചോദ്യം ഇതാണ്, ഒറ്റുകാരനായി മാറുന്നുണ്ടോ? നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ അസ്വസ്ഥനായി പറഞ്ഞു, ആത്മാവിൽ അസ്വസ്ഥനായി പറഞ്ഞു. ഞാൻ ഒറ്റുകാരനായി തീർന്നാൽ, നമ്മൾ ആരെങ്കിലും ഒരാൾ ഒറ്റുകാരനായി തീർന്നാൽ ഈശോ ആത്മാവിൽ അസ്വസ്ഥനാവുകയാണ്, ഈശോ വിഷമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒറ്റുകൊടുക്കാതിരിക്കാം ഈശോയെ ഒറ്റുകൊടുക്കാമെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒറ്റുകൊടുക്കാതിരിക്കാം, ചതിക്കാതിരിക്കാം, കുഴിയിൽ വീഴിക്കാതിരിക്കാം, ഉപദ്രവിക്കാതിരിക്കാം. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. ഈ നോയമ്പിൻ്റെ ദിവസങ്ങളോടെ മുന്നോട്ട് പോകുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് യാത്ര ചെയ്യാം, ആരെയും ഉപദ്രവിക്കാതെ യാത്ര ചെയ്യാം, ഒറ്റുകൊടുക്കാതെ യാത്ര ചെയ്യാം. അവരൻ്റെ നന്മയിൽ വലിയ സന്തോഷം നമുക്കുണ്ടാകട്ടെ. അവരൻ്റെ ഉയർച്ചയിൽ അകമഴിഞ്ഞ് ആനന്ദിക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ്. പരിശീലനത്തിലേക്ക് വരാം. നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ചിലരൊക്കെ വിളിച്ച് പറയാറുണ്ട്, പരിശീലനത്തിൻ്റെ റിസൾട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, ഉറക്കം ശരിയായി, ഭക്ഷണം വളരെയധികം കുറയ്ക്കാൻ കഴിഞ്ഞു, ഈ ഭക്ഷണം കൊണ്ട് തൃപ്തരാകാൻ കഴിഞ്ഞു എന്നൊക്കെ വിളിച്ച് പറയുന്നവരുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അർത്ഥകടി ചക്രാസന എന്ന് പറയും. 2 കാലുകളും ഇതുപോലെ അടുപ്പിച്ച് വയ്ക്കുക, ശരീരം ഇതുപോലെ നേരെ നിൽക്കുക, 2 കൈകളും താഴേക്ക് താഴ്ത്തിയിടുക, ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് പോവുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ഡീപ്പ് ബ്രീത്തിങ് ഒരിക്കലും മുടക്കരുത്. സമയം കിട്ടുമ്പോഴെല്ലാം ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ഇനി കുനിഞ്ഞ് മുറ്റമടിക്കുമ്പോൾ, മുറി ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഡീപ്പ് ബ്രീത്തിങ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളണം. കാരണം അത്രയും ഗുണം അതിനുണ്ട്. ഇനി നിങ്ങളുടെ വലത് കൈ ഉയർത്തുക, വലത് കൈ പൊതിതിരിക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് ചെവിയോട് ചേർക്കണം. ഇതുപോലെ ചേർക്കണം. ഇടത് കൈക്ക് ബലം വേണ്ട, ബലമില്ലാതെ ഇടത് കൈ. അതിനുശേഷം വലത് സൈഡിലേക്ക് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് സൈഡിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്യണം. എന്നിട്ട് ഈ വലത് കൈ ചെവിയോട് ചേർന്നിരിക്കണം, ഇടത് കൈ ശരീരത്തോട് ചേർന്നിരുന്നോട്ടെ, പക്ഷെ ബലം വേണ്ട. അതിനുശേഷം ഡീപ്പ് ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 അങ്ങനെ 25 എണ്ണുവോളം നിങ്ങൾ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അനങ്ങരുത്, ബോഡി ഷേക്ക് ചെയ്യരുത്. കാരണം അത് നടുവിന് വിളങ്ങാനും നടുവിന് വേദന ഉണ്ടാകാനൊക്കെ കാരണമാകും. അതിനുശേഷം സാവകാശം നേരെയാകുന്നു. നല്ലൊരു സ്ട്രെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കൈ പയ്യെ താഴേക്ക് താഴ്ത്തി. ഇതേ പരിശീലനം നമ്മൾ ഇടത് കൈ ഉപയോഗിച്ചും ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തുക, കൈപ്പത്തി തിരിക്കുന്നു, ചെവിയോട് ചേർത്ത് സ്ട്രെച്ച് ചെയ്യുക, വലത് കൈ ഫ്രീ ആക്കി ഇടുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്യുക. ഇനി ഡീപ്പ് ബ്രീത്തിങ്ങിൽ ഇതേ രീതിയിൽ 25 എണ്ണുവോളം, മനസ്സിലെണ്ണിയാൽ മതി, 25 എണ്ണുവോളം ഇതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ സൈഡിലൊക്കെ വേദന തോന്നാം. ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ആ വേദന അങ്ങോട്ട് അനുഭവിക്കണം. ശരീരത്തിൽ സഹിക്കുന്നവൻ പാവത്തോട് വിട പറയും. നമ്മൾ ആദ്യം കണ്ട വചനമാണ്, അത് മനസ്സിൽ ഓർത്തേക്കണം. അതിനുശേഷം 25 എണ്ണി കഴിഞ്ഞതിന് ശേഷം സാവകാശം നേരെയാവുന്നു, നല്ല സ്ട്രെച്ച് കൊടുക്കുന്നു, പയ്യെ കൈ താഴേക്ക് താഴ്ത്തി ഇടുക, കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക, മുഖത്ത് ചൂട് കൊടുക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.